കൃഷ്ണകുമാറും കൗൺസിലറും ഭാര്യയും കൗൺസിലറുമായിട്ടുള്ള മിനി കൃഷ്ണകുമാറും മുന്താച്ച് രണ്ടുപേരും ചേർന്ന് വോട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ? അതെ അതെ, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ചാണ് പോകാറുള്ളത്. രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് മറ്റു ബൂത്തുകളിലേക്ക് ഞാൻ യാത്ര ചെയ്യും. കൗൺസിലറായിട്ടുള്ള മിനിയുടെ വാർഡ് നിലനിൽക്കുന്ന ബൂത്തിൽ അവിടുത്തെ പ്രവർത്തകരോടൊപ്പം ആ ബൂത്തിൻ്റെ പ്രദേശത്ത്. എങ്ങനെയാണ് ഭർത്താവ് ഒരു നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്? അതെ അതെ, വളരെ സങ്കീർണമായ അല്ലെങ്കിൽ വളരെ ഒരു സമ്മർദ്ദമുണ്ടോ? സമ്മർദ്ദമൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും സമ്മർദ്ദം കാണുന്നില്ല. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ നിലവിൽ നോക്കിയിട്ട്? കൗൺസിലറും കൂടിയാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു ഇതൊന്നും, ഈ ആരോപണങ്ങളും മറ്റ് വിരുദ്ധ അഭിപ്രായങ്ങളും ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു തോന്നുന്നില്ല. എങ്ങനെ വരും? ഇപ്പോ അയ്യപുരം ബൂത്തിലാണ് രണ്ടുപേരും വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ BJP ലീഡ് ചെയ്ത ബൂത്താണല്ലേ? 2000 തൊട്ടിട്ട് ഞാൻ 2000-ലാണ് ആദ്യമായിട്ട് നഗരസഭാ കൗൺസിലറായിട്ട് ജയിക്കുന്നത്. 2001 തൊട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ ബൂത്തിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം. അത് ശ്രീ NN കൃഷ്ണദാസ് ഈ ബൂത്തിലെ വോട്ടർ. NN കൃഷ്ണദാസ് പാലക്കാടിൻ്റെ MP ആയിട്ട് വിജയിക്കുന്ന സമയത്തും ഈ ബൂത്തിൽ ലീഡ് ചെയ്യുക BJP. ആ ലീഡ് ഞങ്ങൾ ഇതുവരെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒന്ന് അദ്ദേഹം തൊഴുകയാണ്. അദ്ദേഹവും ഭാര്യയും ഇവിടെ അയ്യപ്പ ക്ഷേത്രമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് രാവിലെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പോയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പാലക്കാട് ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ രണ്ട് ക്ഷേത്രത്തിലും പോയി തൊഴുതിരുന്നു. അതിനുശേഷമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ഈ ബൂത്ത്. അയ്യപുരം സ്കൂളിലാണ്, LP സ്കൂളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നഗരസഭയിൽ വരുന്ന 25ാമത്തെ ബൂത്താണത്. ആ 25ാമത്തെ ബൂത്തിലാണ് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തുക. C കൃഷ്ണകുമാറിനൊപ്പം ഭാര്യയും നഗരസഭ കൗൺസിലറും കൂടിയായിട്ടുള്ള മിനി കൃഷ്ണകുമാറുമുണ്ട്. രണ്ടുപേരും ചേർന്ന് വോട്ട് ചെയ്യാൻ പോകുന്നു. വലിയ ശുഭപ്രതീക്ഷയാണ് ഇരുവരും പങ്കുവച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്, അയ്യപ്പ ക്ഷേത്രം. അവിടെയും കൂടി തൊഴുത ശേഷം അദ്ദേഹം രണ്ടുപേരും കൂടി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം 3 സ്ഥാനാർത്ഥികളും വച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ചും BJP ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ വച്ചു പുലർത്തുന്നതും. കാരണം ഇപ്രാവശ്യം വിജയിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് BJP സ്ഥാനാർത്ഥി അല്പസമയം മുമ്പ് നമ്മളോട് പങ്കുവച്ചത്. പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പൽ പരിസരം, ആ പരിസരത്ത് 10,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം നേരത്തെ പങ്കുവച്ചിരുന്നത്. എന്തായാലും ഇനി പഞ്ചായത്തുകളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് NDA ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ തവണ 6000 ചില്ലാൻ വോട്ടിൻ്റെ ലീഡാണ് ഈ നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 10,000 ലക്ഷ്യം വയ്ക്കുമ്പോൾ എന്താണ് അത്രത്തോളമുള്ള ആത്മവിശ്വാസം? ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ 2021 മുതൽ നടത്തുന്നു. പാലക്കാട് നഗരത്തിലെ ഞങ്ങളുടെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലമായി. ജനങ്ങൾ ഇന്ന് NDAയോടൊപ്പമാണ്, BJPയോടൊപ്പമാണ്. കാരണം പാലക്കാട് വന്ന ഓരോ മാറ്റങ്ങളും, ഓരോ വികസനവും ഇന്ന് ജനങ്ങൾക്ക് ബോധ്യം ഉണ്ട്. അത് NDA കൊണ്ടുവന്ന നേട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു വികസനം വരണമെങ്കിൽ NDAയുടെ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാടിൽ വലിയ വികസനം വരുന്ന ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സന്ദീപിന്റെ ഒരു കോൺഗ്രസ് എൻട്രി. അതൊക്കെ എങ്ങനെ ബാധിക്കില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ കൂടി ഏറ്റവും ഒരാൾ പോയോ, ഇവിടുന്ന് ഒരു ഇല അനങ്ങിയോ, ഒരു ഇല കൊഴിഞ്ഞു വീണോ? പാലക്കാട് നഗരത്തിൽ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രതികരണമാണ്. എല്ലാവരും സകല ഭഗവാന്മാരെയും ഈശ്വരന്മാരെയും വിളിച്ച് സ്ഥാനാർത്ഥികളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഈശ്വരൻ തീർച്ചയായും വോട്ടർമാരാണ്. അവർ തീരുമാനിക്കുന്നു അവരുടെ അനുഗ്രഹം ആർക്ക് കിട്ടും എന്നതാണ്.